ബോധിധർമ്മൻ്റെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ബോധിധർമ്മൻ മുതൽ നമ്മളിങ്ങോട്ട് ഈ മർമ്മ ചികിത്സകളൊക്കെ ഒരുപാട്, എനിക്ക് തോന്നുന്നു നമുക്ക് മലയാളിക്ക് ഇതൊരു പരിധിവരെ കൈവിട്ടു പോയി. ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെട്ടു. മർമ്മവിദ്യ അറിയാവുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു. മർമ്മവിദ്യ എന്താണെന്ന് ഈ പറയുന്ന പോലെ, ഞാൻ ഈ പറയുന്നത് വർമ്മം എന്ന് തന്നെ പറയണം, സോറി, അറിയാതെ മർമ്മം എന്നാണ് ആ വാക്ക് പോലും തെറ്റിദ്ധരിക്കപ്പെട്ടു. വർമ്മവിദ്യയെപ്പറ്റി നമ്മൾ കുറച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഈ വിദ്യ പണ്ടും വളരെ കുറച്ച് ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നുള്ളൂ, ഇപ്പോഴും ഇത് വളരെ കുറച്ച് ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് പലതും കെട്ടുകഥകളും പശ്ചാത്തലമില്ലാത്ത, തെളിവുകളില്ലാത്ത ചരിത്രങ്ങളുമാണ്. ഉദാഹരണത്തിന് ബോധിധർമ്മൻ. നമ്മളൊരു സിനിമ വന്നതിന് ശേഷം ബോധിധർമ്മനെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പറയും. ഏഴാം അറിവ്, കളരിപ്പയറ്റ് മദർ ഓഫ് മാർഷൽ ആർട്സ് എന്ന് പറയും. ഇത് രണ്ടും ശുദ്ധ നുണയാണ്. കളരിപ്പയറ്റ് മദർ ഓഫ് മാർഷൽ ആർട്സ് അല്ല. ബോധിധർമ്മൻ അല്ല ചൈനയിലെ കുങ്ഫു ഉണ്ടാക്കിയത്. സിനിമ ഒരു കഥയാണോ? ആ സിനിമയിൽ പറയുന്ന ഒരു കഥ മാത്രമല്ല, ബോധിധർമ്മനെ കുറിച്ചിട്ടുള്ള ചരിത്രം തന്നെ കെട്ടുകഥയാണ്. ആ ചരിത്രം തന്നെ കെട്ടുകഥ. ഇതിന് അടിസ്ഥാനം എവിടെയാ? ഏത് ടെക്സ്റ്റിലാണ് ഇതുള്ളത്? പല്ലവ രാജകുമാരനായ ബോധിധർമ്മൻ ആ നൂറ്റാണ്ടിൽ അവിടേക്ക് പോയി എന്ന് ചൈനീസ് ഗ്രന്ഥങ്ങളിലൊന്നുമില്ല. ചൈനയിലുള്ള ബോധിധർമ്മനെ കുറിച്ച് പറയുന്ന ആ വാക്ക് പോലും ഇല്ല അവിടെ. ഒരു പേർഷ്യയിൽ നിന്ന് വന്ന ഒരു ബുദ്ധസന്യാസിയെ കുറിച്ച് ചൈനീസ് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ബോധിധർമ്മൻ ഈ കളരിപ്പയറ്റ് കൊണ്ടുപോയി ചൈനയിൽ പ്രചരിപ്പിച്ചുവെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കളരിപ്പയറ്റിന്റെ ഏത് ഭാഗമാണ് അവർക്കുള്ളത്? ഒന്നുമില്ല. അത് ചൈനയുടെ ആയോധന പാരമ്പര്യം തികച്ചും മൗലികവും സ്വതന്ത്രവുമാണ്. നമ്മുടെ നാട്ടിലെ കളരിപ്പയറ്റിനെ കുറിച്ച് പറയുന്നത് കളരിപ്പയറ്റ് എന്തോ വലിയൊരു സംഭവമാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ കളരിപ്പയറ്റ് എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. നമ്മുടെ നാട്ടില് ടിപ്പു സുൽത്താൻ വന്നു, ഇവിടുത്തെ കളരിപ്പയറ്റുകാർ എന്ത് ചെയ്തു? ടിപ്പു സുൽത്താൻ വന്ന് തിരുവിതാംകൂറിലെ രാജാക്കന്മാര് ആധുനികമായ രീതിയിൽ സേനയെ സജ്ജീകരിച്ച് നേരിട്ടതുകൊണ്ടാണ് ടിപ്പു തെക്കൻ കേരളത്തിലേക്ക് വരാതിരുന്നത്. അല്ല, ബ്രിട്ടീഷുകാർ ടിപ്പുവിന്റെ കോട്ട ആക്രമിച്ചതുകൊണ്ട് തിരിച്ചുപോയി എന്നൊരു കഥയുണ്ടല്ലോ. എന്തുകൊണ്ടാണെങ്കിലും ടിപ്പുവിന് എതിർപ്പ് നേരിടേണ്ടി വന്നോ മലബാറിൽ? ഇല്ല. ഇനി മാപ്പിള ലഹള എന്ന് പറയുന്ന മാപ്പിള കലാപം 1921 ഒരുപാട് വിവാദങ്ങളുള്ളതാണ്. ഞാൻ ആ വിവാദമൊന്നുമല്ല. ആ കാലത്ത് പറയുന്ന കണക്കനുസരിച്ച് നിരവധി പേർ, കുമാരനാശാനൊക്കെ പറയുന്നു ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു എന്നുള്ള ആ രീതി തന്നെ എടുത്താൽ കൊല്ലപ്പെട്ടത് കൂടുതലും ഹിന്ദുക്കളാണ്. എത്ര പേര് ചേർന്നാ കൊന്നത്? മൊത്തം ഈ കലാപകാരികളുടെ എണ്ണം എത്രയായിരുന്നു? ആ കാലത്ത് ഈ മാപ്പിള കലാപം എന്ന് പറഞ്ഞ് നടന്നത് ഒരു പ്രാദേശികമായിട്ട് 4 താലൂക്കുകളിലാണ് നടന്നത്. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി തുടങ്ങിയിട്ടുള്ള. അതിനകത്ത് വള്ളുവനാട് താലൂക്കിൽ മാത്രം 4000 കളരി ഉണ്ടായിരുന്നു. അത്രയും 4000 കളരി ഉണ്ടായിരുന്ന സ്ഥലത്ത് 1-2 തീവണ്ടിയുടെ വാഗണിൽ കൊള്ളുന്ന അത്ര ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കലാപകാരികൾ. അവര് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുണ്ടായിരുന്നില്ല. പക്ഷെ തോക്കുണ്ടായിരുന്നില്ലേ? തോക്കുണ്ടായിരുന്നു, തോക്കുറപ്പായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ എത്ര തോക്കുണ്ടായിരുന്നു? ഒരു തോക്ക് പൊട്ടിച്ചതിന് ശേഷം വീണ്ടും അത് ലോഡ് ചെയ്യാനായിട്ട് 10 മിനിറ്റ് എടുത്തിരുന്ന കാലമാണത്. അല്ലാതെ ഇന്നത്തെ പോലെ AK-47 അല്ല. പക്ഷെ അതിന്റെ ഒച്ചയൊക്കെ കേട്ടപ്പോ പേടിയുണ്ടാവും. അതെ, കളരിക്കാര് പേടിച്ചുപോയി. അവിടെ കളരിക്കാര് പേടിച്ചുപോയി എന്നല്ലേ. അപ്പൊ ഇത്രയും 4000-ൽ പരം കളരി ഉണ്ടായിരുന്ന നാട്ടിൽ ഏത് ചെറുത്തുനിൽപ്പുണ്ടാക്കി? ഇപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള തിരൂർ ദിനേശൻ ഉണ്ട്, ചരിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനത് വിളിച്ച് ചോദിച്ചു, ഇനി നമുക്കറിയാത്തതെന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം ഏതോ ഒരു സ്ഥലത്ത് ഒരു കളരിക്കാരൻ നടത്തിയ ചെറുത്തുനിൽപ്പിനെ കുറിച്ച് പറഞ്ഞു. പേടിച്ച് കളരികൾ അടച്ചുപൂട്ടിപ്പോയി. എന്നാൽ മഹാരാഷ്ട്രയുടെ ആയോധന പാരമ്പര്യമുണ്ട്, ഒറീസയുടെ ആയോധന പാരമ്പര്യമുണ്ട്. അവരൊക്കെ മഹായുദ്ധങ്ങൾ നയിച്ചത്. ഛത്രപതി ശിവാജിയുടെ ഹിന്ദു പദപാദഷാഹി എന്ന് പറയുന്ന ആ 5 മുഗൾ ഷാഹി, ആദിപ്പൂർ ഷാഹി, ബീജാപ്പൂർ ഷാഹി എന്ന് പറയുന്ന 5 വിദേശ ഭരണത്തിനെതിരെ ഛത്രപതി ശിവാജി നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിൽ അദ്ദേഹത്തിനെ പിന്തുണച്ച ഒരു കായിക പാരമ്പര്യം മഹാരാഷ്ട്രയ്ക്കുണ്ട്. യുദ്ധം ചെയ്ത പാരമ്പര്യം അതിപ്പോഴും ഉണ്ട്. അവരിത്തരം ഗിമ്മിക്കുകൾ നടത്തുന്നില്ല. രാജസ്ഥാനിലെ രജ്പുത്തുകൾ, പഞ്ചാബിന്റെ കായിക പാരമ്പര്യം, ഇവരൊക്കെ മഹായുദ്ധങ്ങൾ നടത്തിയവരാണ്. അവരാരും കളരി എന്താ പഠിക്കാഞ്ഞത്? ഇത്രയും നല്ല കാര്യമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്ന് ഇവർ ഈ വാൾപ്പയറ്റ് പഠിക്കേണ്ടതല്ലേ? നമ്മുടെ നാട്ടിൽ ഈ വാൾപ്പയറ്റ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കളരി എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കുന്ന ഈ വാൾപ്പയറ്റ് അത് ശരിക്കും കോമഡിയാണ്. വെട്ട് ഉള്ളെടുത്ത് കൊണ്ടുവന്ന് തടയണം. ഇത് തടയിരിക്കുന്നിടത്ത് പോയി വെട്ടുക. നമ്മളിപ്പോൾ നടക്കുന്നത് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വയ്ക്കുന്ന ഒരു നാടകമാണ് കളരിപ്പയറ്റ്, ഒരു കൊറിയോഗ്രാഫിയാണ്. നമ്മൾ വാൾപ്പയറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഒരു കൊറിയോഗ്രാഫിയാണ്.
എനിക്കറിയാം വെട്ടുവന്നിടത്തല്ല തടയണേ. തടയിരിക്കുന്നിടത്ത് പോയാണ് വെട്ടുന്നത്. ഒരു 10 വീഡിയോ എടുത്ത് നോക്കിക്കോ. ഒരു പെർഫോമിംഗ് ആർട്ടോടായി മാറി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പെർഫോമിംഗ് ആർട്ടായി. ഇത് കേരളീയർ യുദ്ധം ചെയ്തിട്ടില്ല, യുദ്ധം കണ്ടിട്ട് കൂടിയില്ല. യുദ്ധം കണ്ട് നൂറ്റാണ്ട് യുദ്ധത്തിന് യഥാർത്ഥത്തിൽ കളരി എന്ന് പറയുന്നത് മലബാറിന്റെ സംഭാവനയാണ്. കളരി എന്നുള്ള വാക്ക് തെക്കോട്ട് ഇലങ്കം എന്നാണ് പറയുന്നത്. ഇപ്പോൾ അടൂർ ഒരു ഇലങ്കൻ റോഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് ഇലങ്കം നഗറുണ്ട്. ഈ തെക്ക് ഭാഗത്ത് ഇലങ്കം എന്ന് പറഞ്ഞാൽ കളരി തന്നെയാണ്. എന്തിൻ്റെ കളരിയാ? ഓരോ തറവാടിനും ഒരു ഇലങ്കം ഉണ്ടായിരുന്നു. അവിടുത്തെ വിദ്യാർത്ഥികളെ പ്രാഥമികമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ, എന്ത് കാര്യങ്ങൾ? വ്യാകരണം പഠിപ്പിക്കുക, ഗണിതം പഠിപ്പിക്കുക, എഴുത്ത് കളരി, പയറ്റ് കളരി, പാട്ട് കളരി, ഡാൻസ് കളരി, അതെ, നൃത്തക്കളരി. നൃത്തക്കളരി. ഇപ്പൊ പ്രശസ്തമായ കൊടുങ്ങല്ലൂർ കളരി എന്തിൻ്റെ ഇതാ? അവിടെ സൈനികരെ ഉണ്ടാക്കുന്ന കളരി അല്ലത്. കേരള നമ്മുടെ മാതൃഭാഷയുടെ കളിത്തട്ടാണ് കൊടുങ്ങല്ലൂർ കളരി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും എത്രയോ മഹാന്മാരായ വ്യാകരണ പണ്ഡിതന്മാർ, കേരള പാണിനിയൊക്കെ ആ ഭാഗത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ പയറ്റ് എന്ന് പറയുന്ന സമ്പ്രദായത്തിനെ കളരിയുമായിട്ട് ചേർത്തു. കളരിപ്പയറ്റല്ല, പയറ്റ് കളരിയാണ് ശരിയായിട്ടുള്ള വാക്ക്. അപ്പം നമ്മുടെ ഈ പ്രാഥമിക വിദ്യാഭ്യാസ ശാലകളിൽ ഈ നൂറ്റാണ്ട് യുദ്ധം എന്നൊരു കാലഘട്ടത്തിൽ ഒരു 100 വർഷം നീണ്ട ഒരു യുദ്ധം ചേരന്മാരും പാണ്ഡ്യന്മാരും ചോളന്മാരും ഒക്കെ ആയിട്ട് നടന്നിരുന്നു. നൂറ്റാണ്ട് യുദ്ധം. ഈ നൂറ്റാണ്ട് യുദ്ധത്തിലേക്ക് മാൻ പവർ സപ്ലൈ ചെയ്യുന്ന കുറച്ച് ഫ്യൂഡൽ മാടമ്പിമാരുണ്ടായിരുന്നു. നാട്ടിൽ പണിയില്ലാത്ത ചെറുപ്പക്കാരെ പിടിച്ച് കായിക പരിശീലനം കൊടുത്തിട്ട് മറ്റവർക്ക് മറിച്ച് വിൽക്കുന്ന പരിപാടി. അപ്പോൾ ഇവരിതിനു വേണ്ടി ഇപ്പോൾ കുഴിക്കളരി ഒരു മണ്ടത്തരമാണ്. നമ്മളിതൊക്കെ എന്തോ നിഗൂഢതയുള്ള, വളരെ രഹസ്യമുള്ള, ലോകത്തെ കായിക വിദ്യകളെല്ലാം ഉത്ഭവിച്ചത് മലബാറിലുള്ള ആ കുഴിയിലാണെന്നൊക്കെയാണ് നമ്മുടെ വിചാരം. ഈ കുഴിക്കളരി എന്ന് പറയുന്നത് തോക്കിനെ പേടിച്ചിട്ട് ചെയ്തതാണ്. ഈ തച്ചോളി ഓതേനൻ കൊല്ലപ്പെട്ടതോടുകൂടി ഇവർക്ക് തോക്കിനെ പേടിയായി. ഈ അഭ്യാസികൾക്ക് തോക്കിനെ ഭയമായി തച്ചോളി ഓതേനൻ കൊല്ലപ്പെട്ടതിന് ശേഷം. അതിനുശേഷമാണ് ഈ കിടങ്ങ് കുഴിച്ച് ഇനി ആരെങ്കിലും ദൂരെ നിന്ന് വെടിവെച്ചാലോ, പിന്നെ വേറൊരുത്തൻ കാണുകയും ചെയ്യരുത്, ഇവിടെ കാണിക്കുന്ന അഭ്യാസം എന്താണ്. അല്ല, ഇതിനകത്തൊന്നും നിഗൂഢമായ കാര്യങ്ങളൊന്നുമില്ല. ഈ അഭ്യാസമുറകളിൽ ഇതിൻ്റെ ഇന്നത്തെ കാലത്ത് ഇത് കുറച്ച് സർക്കസുകാരാൽ വികസിപ്പിച്ചതാണ്. ബ്രിട്ടീഷുകാരെ പേടിച്ച് ഏതാണ്ട് 150 വർഷത്തോളം നമ്മുടെ പയറ്റ് മുറകൾക്ക് വിസ്മൃതി സംഭവിച്ചു. 150 വർഷത്തോളം നിരോധിക്കപ്പെട്ടു. അതിനുശേഷം ചില വ്യക്തികൾ അവരുടെ പരിശ്രമത്തിനെ നമ്മൾ മാനിക്കാതിരിക്കാൻ പറ്റത്തില്ല. CVN കളരിയൊക്കെ പോലുള്ള അതിനൊക്കെ തുടക്കമിട്ട മഹാന്മാരായ വ്യക്തികളുണ്ട്. അവരുടെ പരിശ്രമത്തിലൂടെ ചില കാര്യങ്ങളെ അവർ കൊണ്ടുവന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്നത് തികച്ചും പരിഹാസ്യമായ ഒരു കാര്യമാണ്. ഈ കേരളത്തിലെ കളരിക്കാർക്ക് ആർക്കെങ്കിലും ഒരു മിക്സഡ് മാർഷൽ ആർട്സുകാരനുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റുമോ? ഇല്ല. MMA പെർഫോമർ വേറെയാണ്. ഇടിയുള്ളൂ. എന്തുകൊണ്ടാ? നമുക്ക് പറ്റുന്ന പണിയെ ചെയ്യാവൂ.